ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നല്ല മഴയായിരുന്നു കേട്ടോ. ഞാൻ ആലോചിച്ച് നമ്മുടെ മൂഡി പോസിറ്റേക്കുന്ന ബുള്ളറ്റിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അതായത് 1969 മോഡലാണ്. ഇപ്പം 56 വർഷവും 7 മാസമായിട്ടുണ്ട് കേട്ടോ. 57 വർഷം ആകാൻ പോകും. എന്നെക്കാളും പ്രായമുള്ള ആളാണ്. അപ്പം ഞാനൊന്ന് സ്റ്റാർട്ട് ആകാമെന്ന് ഓർത്തു. കുറേ നാളായിട്ട് ഇപ്പോൾ എടുത്തിട്ടില്ല, 4 മാസത്തോളമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെ മൂഡി പോസ് ഇട്ടിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കാറിൻ്റെ വീഡിയോസൊക്കെ ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും മൂഡി പോസ് ഇട്ടേക്കുന്നത്. അപ്പം ഇന്ന് തന്നെ ഒന്ന് സ്റ്റാർട്ട് ആക്കാമെന്ന് വിചാരിച്ചു. എത്ര അടിച്ചാൽ അത് സ്റ്റാർട്ട് ആവുമെന്ന് അറിയത്തില്ല, കാരണം 4 മാസത്തോളമായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് ഓയിൽ ലീക്കൊക്കെ ആയിട്ട് ഞാനങ്ങ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പ്രായമുള്ള ആളല്ലേ, നോക്കാം. അപ്പം ഇതാ കേട്ടോ നമ്മുടെ വണ്ടി മൂടി പോസിട്ടിരിക്കുകയാണ്. കൂടെയുള്ള ചെറിയ വണ്ടി എൻ്റെ മോളുടെ ബൈക്കാണ് കേട്ടോ. എന്തായാലും ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അന്ന് കഴുകി കയറ്റി ഇട്ടതാണ്. പക്കോളൊക്കെ ഇട്ട് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. ഈ കാർ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഈ സൈഡിൽ നിന്ന് വലിയതായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഉള്ള രീതിയിലൊക്കെ കാണിക്കാം. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കുറച്ച് കാശ് മുടക്കി പണി ഇറക്കിയിട്ടാണ്. കുറച്ച് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാം അടിയിൽ. ഓയിൽ ലീക്ക് കാരണം ഞാനിവിടെ കയറ്റിയിട്ടതാണ്. ഫ്ലോറിലൊക്കെ ഇത് പഴയ പോലെ കേട്ടോ, ഇപ്പോഴത്തെ അല്ല. ഒന്ന് ഒലിച്ച് തുരുമ്പൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒന്ന് പ്ലേറ്റ് ചെയ്യണം. എൻജിൻ കവറെല്ലാം ഒന്ന് പ്ലേറ്റ് ചെയ്യാനുണ്ട്. മൊത്തത്തിലൊന്ന് പ്ലേറ്റിങ് ആവശ്യമുണ്ട്. ഇതിന് പിസ്റ്റണൊക്കെ മാറി കേട്ടോ. പുതിയ പിസ്റ്റണൊക്കെ ഇട്ടിട്ട് ഉപയോഗിച്ചിട്ടില്ല അധികമൊന്നും. പിസ്റ്റൺ നല്ല രീതിയിൽ നമ്മൾ പണിതാണേ. എന്തായാലും ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. ഇത് MY മൈസൂർ രജിസ്ട്രേഷനാണ് കേട്ടോ. നമ്മൾ ബാംഗ്ലൂരുള്ള സമയത്ത് മേടിച്ചതാണ്. മൈസൂരിൽ നിന്ന് അവിടെ ഒരാളുടെ നിന്ന് മേടിച്ച കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിനിടെ നിറക്കണമെങ്കിൽ വലിയ പാടാണ്. സ്റ്റാൻഡേ കിടക്കട്ടെ. പൊടിയാണ്. ഇന്ന് പെട്രോളൊക്കെ അടിച്ച് കയറ്റി ഇട്ടതാണ്. ആംബിയർ കറക്റ്റ് ആവാനാണ് പാട്. ബുള്ളറ്റ് ഉപയോഗിക്കുന്നവർക്കറിയാം, തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖം. സുഖം എങ്ങനെ ഉണ്ടെന്നല്ലേ. ഇവിടെ ഓയിൽ കാരണം തെല്ലുകയാണ്, ചവിട്ടാൻ പറ്റുന്നില്ല. ജീവനുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആംബിയർ കറക്റ്റ് ആവുന്നില്ല. ഞാൻ ചോക്ക് വലിച്ചില്ല കേട്ടോ. ചോക്ക് വലിച്ചാൽ ചിലപ്പോൾ ഒറ്റയടിക്കാൻ സ്റ്റാർട്ടാവും. കാരണം വേറെ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ടേ ചോക്ക് ഞാൻ വലിച്ചില്ല. ചോക്ക് വലിക്കേണ്ട ആവശ്യമില്ല. മറ്റേ സിനിമ പറഞ്ഞ പോലെ 15, 16, 17, 18, 19, 20 ആംബിയർ അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല. എന്താണാവോ. ചോക്ക് വലിക്കാതെ വേറെ ഓപ്ഷൻ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും ചോക്ക് വലിച്ച് നമുക്കൊന്ന് അടിച്ച് നോക്കാം. ഇപ്പം അതേ നടക്കത്തുള്ളൂ. ചോക്ക് വലിച്ചെടുക്കും, ഒറ്റയടിക്കെടുക്കും. കണ്ടോ ഞാൻ പറഞ്ഞു. സ്റ്റാർട്ടായി ഗൈസ്, സ്റ്റാർട്ടായി. സ്റ്റാർട്ട് ചെയ്തുള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി കൈ കൊടുക്കാൻ പറ്റില്ല. ഓയിലെല്ലാം കയറി ഇറങ്ങി വരണ്ട എഞ്ചിൻ ഹെഡിൽ നിന്ന്. ഒത്തിരി കൈ കൊടുത്തു കഴിഞ്ഞാൽ പിസ്റ്റണിനിടയ്ക്കൊക്കെ പിസ്റ്റൺ പറഞ്ഞ് പിസ്റ്റണും സിലിണ്ടറിനൊക്കെ തേയ്മാനം വരും. അതുകൊണ്ട് ഓയിൽ കയറി ഇറങ്ങാനുള്ളൊരു സമയം കൊടുക്കണം. ചോക്ക് ഓഫ് ആക്കി പിന്നെ സ്റ്റാർട്ട് ആവത്തില്ല. ചോക്ക് ഓഫ് ആക്കിയിട്ട് ഞാൻ സ്റ്റാർട്ടാക്കിയിട്ടേ പോകത്തുള്ളൂ. പഴയ പോലെ ഒന്നും പറ്റുന്നില്ല കേട്ടോ സ്റ്റിക്കർ അടിക്കാൻ. ചോക്കില്ലാതെ കേട്ടോ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഐഡിയിൽ കിടക്കട്ടെ. ഓയിലെല്ലാം ഒന്ന് കയറി ഇറങ്ങി എൻജിൻ ഹെഡിനകത്തൊക്കെ വരണ്ടേ. ചെറുതായിട്ടൊന്ന് കൈ കൊടുക്കാം. അപ്പം സ്റ്റാർട്ടായോന്ന് ചോദിച്ചാൽ സ്റ്റാർട്ടായി. നമുക്കൊന്നുകൂടെ നോക്കാം. ആംബിയർ കറക്റ്റ് ആവാനാണ് പാട് കേട്ടോ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ടായതാണേ, പക്ഷെ അങ്ങ് ശരിയായില്ല. ഓഫായി പോവാണ്.
ആംബിയർ എന്ത് ചെയ്തിട്ടും കറക്റ്റ് ആവുന്നില്ലല്ലോ. അയ്യോ, തിരിച്ചടി കിട്ടി ഗൈസ്. നല്ല ഒന്നര അടി കിട്ടി കേട്ടോ. പുത്തൻ പിസ്റ്റണാണേ. അയ്യോ, നല്ല കംപ്രഷനാണ്. കാലിൻ്റെ പണി തീർന്നു. ഇതാണ് ഇതിൻ്റെ കുഴപ്പം. നോക്കി അടിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഫൈനലി ചെറുതായിട്ടൊന്ന് കൈ കൊടുക്കുക, അല്ലെങ്കിൽ ഓഫായി പോയെ. എടുക്കാതിരുന്നിരുന്നു. ഞാൻ വേർത്ത് കുളിച്ചു കേട്ടോ. ചെറുതായിട്ടൊന്ന് കൈ കൊടുത്തിടാം. ചോക്കൊന്നും ഇട്ടിട്ടില്ല, ചോക്ക് ഓഫ് ആകട്ടോ. ചെറുതായിട്ടൊന്ന് കൈ കൊടുത്തോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഓഫായി പോവുക. കുറച്ച് നേരം സ്റ്റാർട്ടായി കിടന്നാൽ കുഴപ്പമില്ല, പുകയില്ല. കുഴപ്പമില്ല, അങ്ങനെ നിലവിൽ സ്റ്റാർട്ടായി കിടപ്പുണ്ട് കേട്ടോ. നിലവിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ച് ഓയിലീക്സ് അല്ല, പുകയുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. അടിയിൽ നിന്ന് ഓയില് കുറച്ച് ലെവൽ ലോ ആണ്. ഈ തുണി ഇട്ടേക്കുന്ന നോക്കണ്ട കേട്ടോ. തുണി നമ്മൾ ആ നിലത്ത് വീഴുന്ന ഓയിലേ ഫ്ലോറിൽ വീഴായിരിക്കും. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടാക്കി ഇട്ടു. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം തുരുമ്പ് ഒത്തിരി ഉണ്ട്. ഇതെല്ലാം പ്ലേറ്റ് ചെയ്യാനുള്ള കേട്ടോ. ഈ ഭാഗങ്ങളെല്ലാം പ്ലേറ്റ് ചെയ്യണം. എഞ്ചിൻ്റെ ഈ കവറെല്ലാം പ്ലേറ്റ് ചെയ്യാനുണ്ട്. എഞ്ചിൻ്റെ ഈ കവറൊക്കെ ഒന്ന് പ്ലേറ്റ് ചെയ്യണം. പിന്നെ ഈ ക്രാഷ് ഗാർഡ് പ്ലേറ്റ് ചെയ്യണം. എഞ്ചിൻ്റെ ഹെഡ് പ്ലേറ്റ് ചെയ്യണം. ഡിസ്കെല്ലാം നമ്മുടെ അലോയ്സ് ഒക്കെ വന്നേക്കുന്ന ഫുൾ തുരുമ്പാട്ടോ. അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് പ്ലേറ്റ് ചെയ്തിടണം. മൊത്തം തുരുമ്പാണ്. മൊത്തത്തിലൊന്ന് പോളിഷ് ചെയ്ത് തിളക്കിയെടുക്കാനുണ്ട്. ഇത് മൊത്തം തുരുമ്പായിട്ടിരിക്കുക. ഇപ്പോൾ ഒരു മങ്ങലുണ്ട് മൊത്തത്തിൽ. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി കിടപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ സിൽവർ കളർ മൊത്തത്തിൽ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പ്ലേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് കളറാവും. പിന്നെ ജസ്റ്റ് ഒന്ന് പോളിഷും ചെയ്താൽ ഗ്രീൻ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് അത് നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കുവേ. കുറച്ച് പുകയുണ്ട്, പുക വരുന്നുണ്ട് കുറച്ച്. ഇപ്പോൾ കോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ആണോ എന്ന് അറിയത്തില്ല, അതുകൊണ്ട് ചെക്ക് ചെയ്യണം. എന്തായാലും നമ്മൾ നമ്മുടെ സർവീസ് സെൻ്ററിൽ ഒരു ഉണ്ട്, ഉള്ളിനടുത്ത് തൊട്ടം തന്നെയാണ്. ഉള്ളിനടുത്തൊന്ന് കൊണ്ടുപോകണം. ഉള്ളിനടുത്ത് കൊണ്ടുപോകാം. ഞാൻ കുറച്ച് ഓയിലൊന്ന് ടോപ്പ് അപ്പ് ചെയ്യാനാണ്. എൻ്റെ ഓയിൽ ഇരിപ്പുണ്ട്. ഞാൻ അതൊന്നും എടുത്ത് ടോപ്പ് അപ്പ് ചെയ്യാനുള്ള പ്ലാൻ കുറച്ച് ഒഴിച്ച് നോക്കാം. ഓയിൽ ലെവൽ തീരെ ഇല്ല, കുറെ പോകുന്നുണ്ട്. ഇതിൻ്റെ അതായത് കുറേ നാളുകൂടി എടുക്കുമ്പോഴേക്കും ഇതിൻ്റെ ബ്രീത്തിങ് ഓഫ് വഴി ഈ ഓയിൽ കുറെ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കുറെ തള്ളിപ്പോവേ. ഇതിൻ്റെ കംപ്രഷനൊക്കെ കറക്റ്റാണ്, ആംബിയറൊക്കെ കറക്റ്റാണ്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ആകെ ഈ പറഞ്ഞ പോലെ ഓയിൽ ലീക്ക് ഉണ്ട്. പിന്നെ കുറച്ച് പുക വരുന്നുണ്ട്. അതൊക്കെ എടുക്കാതിരുന്നതിൻ്റെ ആയിരിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇൻഡിക്കേറ്ററൊക്കെ വർക്കിംഗ് ആണ്. ഇൻഡിക്കേറ്ററിനൊക്കെ ഒരു പവർ അല്ല, എന്നാലും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപയോഗിക്കാതിരുന്നോണ്ടായിരിക്കും. ഒന്ന് റണ്ണായി കഴിയുമ്പോൾ റെഡി ആവുമായിരിക്കും. മറ്റേ ഇൻഡിക്കേറ്റർ നോക്കാം. അത് ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. ബ്രേക്ക് ലൈറ്റ് ഒക്കെ ഉണ്ടോ എന്ന് അറിയില്ല. ബ്രേക്ക് ലൈറ്റ് ഉണ്ട് കേട്ടോ, തെളിയുന്നുണ്ട്. വേറെ ഫോൺ നടക്കാവുന്നില്ല കേട്ടോ. ബാറ്ററി ഡൗൺ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വണ്ടിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ പ്ലേറ്റിങ്ങും പിന്നെ കുറച്ച് സർവീസൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ സർവീസ് സെൻ്ററിൽ ഒന്ന് കൊണ്ടുപോകണം. സമയം കിട്ടാത്തതുകൊണ്ടാണ് ഒന്ന് കൊണ്ടുപോകണം. അത് കൊണ്ടുപോയി അതെല്ലാം ഒന്ന് മിനുക്ക് പണികളൊക്കെ ചെയ്ത് ഒന്ന് കുട്ടപ്പനാക്കി ഇറങ്ങിയിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം കേട്ടോ. ഞാൻ അപ്പടെ വേർത്ത് പോയി വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയതുകൊണ്ട്. എന്തായാലും നമുക്ക് വണ്ടിയുടെ ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞ് ഞാൻ അടുത്ത വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.